ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. ജസ്ന ചേച്ചി എത്തിയിട്ടുണ്ട്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം. അങ്ങനെ തുടങ്ങുന്ന കൃഷ്ണഭക്തി ഗാനം ഈ കൃഷ്ണൻ്റെ രാധയ്ക്ക് വേണ്ടി പാടിക്കൊണ്ട് നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. എൻ്റെ വീഡിയോ എങ്ങാനും ചേച്ചി കാണുവാണെങ്കിൽ എന്നെ തള്ളയ്ക്കും തന്തയ്ക്കുമൊക്കെ വിളിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അജ്ജാതിയല്ലേ ഞാനിവിടെ നിന്ന് കാട്ടുന്നത്. എന്തായിരുന്നാലും നമ്മുടെ ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചിയുടെ പേര് കണ്ണാനിനക്കായി ജസ്ന, കണ്ണാനിനക്കായി ജസ്ന സലീം, കണ്ണൻ നീയെ രാധ ഞാനേ. മ്യൂസിക്കിൽ ചെറിയ പോരായ്മകളുണ്ട്, തൊണ്ടയ്ക്കകത്ത് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടാണ്. കിച്ച് കിച്ച്. സോ നോക്കാം, തുടങ്ങിയാലോ ചേച്ചി. എന്നെ വിലങ്ങിട്ട് കൊണ്ടുപോയിന്നും ഞാനിപ്പോൾ ജയിലിലാണെന്നും ജയിലിൽ കുത്തിരുന്ന് ചിത്രം വരയ്ക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കണ്ടു. ചേച്ചി ജയിലിൽ പോയെന്ന് ഈ ഉള്ളവൻ പറഞ്ഞിട്ടില്ല, സത്യം. അപ്പോൾ ഞാൻ കരുതി ഞാൻ ഒളിവിലാണ് പോലും. അങ്ങനത്തെ കുറച്ച്. അപ്പോൾ നിങ്ങൾ കരുതി നിങ്ങൾ ഒളിവിലാണെങ്കിൽ ഇരിക്കുന്ന നിങ്ങളല്ലേ? നിങ്ങൾക്ക് നിങ്ങൾ ഒളിവിലല്ലെന്ന് അറിയാമെങ്കിൽ നമ്മളെന്തിനാ നിങ്ങൾ ഒളിവിലാണെന്ന് പറയണം? അല്ല, എന്തിനാ ഞാൻ ഇവിടെ ഇരിക്കുന്നത് അല്ലേ? വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ? ഈ വ്യാജപ്രചരണം നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റീച്ചിൽ നിങ്ങൾക്ക് അരി വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്ക്. ഓഫ് കോഴ്സ് ദാറ്റ് ഇസ് റൈറ്റ്, ബിക്കോസ് അരി 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 സർവം അരിമയമെന്നാണല്ലോ നമ്മുടെ അരിയെണ്ണം പറഞ്ഞേക്കുന്നത്. സായി പറഞ്ഞ ചുമ്മാ ഞാൻ വെറുതെ പറഞ്ഞു തന്നു. അതായത് ജസ്ന ചേച്ചിക്കാണോ റീച്ച് വേണ്ടത്, നമുക്കാണോ റീച്ച് വേണ്ടത്? നമ്മുടെയൊക്കെ ചുറ്റുപാട് ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഈ നിങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്ത ആൾക്കാരെല്ലാം ഇത്രയും നാൾ അരി വാങ്ങാനൊന്നും പൈസയില്ല, ജസ്ന സലീം ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ അരി വാങ്ങാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ജസ്ന സലീം വന്നത്. ഓക്കെ, ഞാൻ തിരിഞ്ഞിരിക്കുന്ന ഓക്കെ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ജസ്ന സലീം വന്നു, വീഡിയോ ചെയ്ത് തുടങ്ങി. അന്ന് അപ്പം കേട്ടൊരു പാട്ട് തും 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 തുവിനാദം നാദം നാദം. ആ സമയം മുതൽ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു പുള്ളിക്കാരത്തി എത്തി. നമുക്ക് യൂട്യൂബ് വരെ സന്തോഷവാനായി, ബിക്കോസ് ജസ്ന സലീം എത്തി. പിന്നെ എന്ത് വേണം? റീച്ച്. സഹതാപം മാത്രമേ തോന്നുന്നുള്ളൂ. കാരണം സഹതാപം അത് വേണം. ഈ കാണുന്ന എല്ലാവരോടും വേണം സഹതാപം. അതായത് നിങ്ങളാക്കിയവരും നിങ്ങൾ ഈ പറഞ്ഞ ഒരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതത്തിലെ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സ്കെച്ച് ഇട്ടിട്ടൊരു പടം വരയ്ക്കുന്ന പരിപാടിയും എന്താ കൃഷ്ണൻ മാത്രമാക്കി കളഞ്ഞത് മറ്റൊരുപാട്. എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് കണ്ടു ചേച്ചി, ഒരുപാട് ആർട്ടിസ്റ്റുകൾ നേരിട്ട് പരിചയമുണ്ട്. അവരെല്ലാവരും ദൈവങ്ങളുടെ പടങ്ങൾ വരയ്ക്കാറുണ്ട്, പല മനുഷ്യരുടെ പടങ്ങൾ വരയ്ക്കാറുണ്ട്, എല്ലാം വരയ്ക്കാറുണ്ട്. ഓൺലി വൺ സ്കെച്ച് ഫോട്ടോ. നിങ്ങൾ വരയ്ക്കുന്നത് ഒരു സ്കെച്ച് ഫോട്ടോയാണ്. ആ ഒരു ഫോട്ടോയ്ക്ക് അത് കൃഷ്ണൻ്റെ പടത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അപാര കലാമൂല്യമുള്ള സൃഷ്ടിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ വരച്ച ചിത്രങ്ങൾ, അവരുടെ സ്കൾപ്ചേഴ്സ്, ഓക്കെ ആ ബിംബങ്ങൾ, ഓക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പം ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചെന്നുണ്ടല്ലോ, നിങ്ങൾ ഞെട്ടും. അവരൊക്കെ ഓരോന്ന് ചെയ്ത് വെച്ചിരിക്കുന്നത് ക്രിയേറ്റീവ് സൈഡ്, അത് വേറെ ലെവൽ. അപ്പം നിങ്ങൾ ചെയ്തേക്കുന്നതിൻ്റെ ആകെ ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു മുസ്ലിം വനിത ഒരു കൃഷ്ണൻ്റെ പടം വരച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സൈദ്ധാന്തികമായിട്ടുള്ള കലാനിപുണതയുടെ അഗാധ തലങ്ങളിലൂടെ ആറാടിക്കൊണ്ട് നടന്ന് ആകാശത്തൂടെ പോയിക്കൊണ്ടിരുന്ന മയിലിനെ താഴെ പിടിച്ചുകൊണ്ടുവന്ന് മയിലിൻ്റെ നീല കളറും മയിലിൻ്റെ പീലിയുടെ കളറും എല്ലാം ചേർത്തുണ്ടാക്കി ചേച്ചിയുടെ കൂട്ടുകൊണ്ട് അരച്ച് കിളക്കി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പെയിൻറ്റിങ് അല്ല. അതങ്ങനല്ലല്ലോ. നിങ്ങൾ സ്കെച്ച് വെച്ച് വരച്ചിട്ട് ഉണ്ടാക്കുന്നു. ഓക്കെ, അതിന് ഞാനൊരിക്കലും കുറ്റം പറയത്തില്ല, ബിക്കോസ് ഒരു ക്രിയേറ്റിവിറ്റി അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വൈറലായെന്ന് വെച്ചാൽ നിങ്ങൾ വൈറലാവുള്ള റീസൺ ആ ഒരു സാധനം. ഒരു ഹിന്ദു, നിങ്ങളൊരു മുസ്ലിമാണ്, ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്, വിശ്വാസിയാണോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം നിങ്ങളെ ഇസ്ലാം മതത്തിലുള്ള ആൾക്കാർ തന്നെ നിങ്ങളെക്കുറിച്ച് പറയുന്നതൊക്കെ വളരെ ഇതായിട്ടാണ്. സോ അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ നിങ്ങൾ ഹിന്ദു മതവിശ്വാസത്തിലുള്ള ഒരു ദൈവത്തിൻ്റെ പടം വരയ്ക്കുന്നു. അപ്പം നോക്കുമ്പോഴേക്കും നിങ്ങൾക്കൊരു അപാരമായിട്ടുള്ള സപ്പോർട്ട് ഒരു സൈഡിൽ കിട്ടുന്നു. മറ്റേ സൈഡിൽ നിങ്ങൾക്ക് ഇത് മോശമായിട്ടുള്ള അനുഭവങ്ങൾ, അഥവാ അവർക്ക് അവരുടെ മതത്തിൽ നിന്നുകൊണ്ട് അവരുടെ മതത്തിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് അവർ പറയുന്നത്. സോ ഒരു മതസ്പർദ്ധകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന ഒരു കാര്യം, ആ ഒരു പരിപാടി. അപ്പോൾ അതിനകത്തൊരു കാരണക്കാരി ചേച്ചിയും കൂടെ അല്ലേ നൈഷായിട്ട്. നമ്മളെ കുട്ടിക്കാലം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം നിങ്ങളുടെ വരുമാനം ഈ കള്ളത്തരത്തിൽ കൂടെയാണ്. അപ്പം നിങ്ങളുടെ കുടുംബം പോറ്റാൻ ഇപ്പം ജസ്ന സലീം എന്നുള്ളൊരു പേര് നിങ്ങൾക്ക് കിട്ടി അതുമ്മൽ ഇതാക്കുകയാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം.
ജസ്ന സലീമിന്റെ പേര് വെച്ച് കുടുംബം പുലർത്തുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇതൊരുമാതിരി വല്ലാത്ത പരിപാടി ഇപ്പൊ കേട്ടോ. ജസ്ന സലീമിന്റെ പേര് വെച്ചിട്ടൊക്കെ കുടുംബം നോക്കുന്ന പരിപാടികൾ എന്താ സംഭവം? ജസ്ന സലീം ഈ വീടിന്റെ ഐശ്വര്യമാണെന്നും കൂടെ നിങ്ങൾ അവിടെ ബോർഡ് ചെയ്ത് വെക്കണം. അങ്ങനെ പറ്റുവാണെങ്കിൽ മാത്രം വീഡിയോ ചെയ്താൽ മതി. ഞാൻ എൻ്റെ വീടിൻ്റെ അകത്ത് വീടിന്റെ ഫ്രണ്ടിൽ വലിയ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. റോഡിന്റെ 4 സൈഡിൽ നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് 3D ലെവലിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. സത്യം ചേച്ചി, ഞാൻ കള്ളം പറയത്തില്ല, ചേച്ചിക്ക് അറിയാലോ. അപ്പം ഞാൻ ഏതായാലും ജയിലിലൊന്നും പോയിട്ടില്ല, ഞാൻ ഒളിവിലും പോയിട്ടില്ല. ഇന്നലെ തൊട്ടിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് തിരക്കാണ്. അത് നമ്മുടെ നാട്ടിലുള്ള ഓരോരോ നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ആൾക്കാർ പിന്നെ ആ പ്രശ്നമുണ്ടായി മറ്റേ കേസൊക്കെ ആവുന്ന സമയത്ത് മാത്രം ഒരു നിശബ്ദത വരുന്ന സമയത്താണ് ആൾക്കാർ ഇതിനെ ഒളിവിൽ പോകുന്നു പറയുന്നത്. ചേച്ചി, നമ്മളവിടേക്ക് എങ്ങനെയാണ് പറയാറുള്ളത്? നിങ്ങളവിടേക്ക് അങ്ങനെയല്ല അല്ലേ? ആ സമയത്ത് നിങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോകും. നമ്മുടെ നാട്ടിലേക്ക് കേസുകൾ വന്നു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് അല്ല, ആ സമയത്ത് സത്യം പറഞ്ഞ പണി പാളൊന്നും കണ്ടു കഴിഞ്ഞാൽ ഒളിവിലൊക്കെ പോകുന്ന സംഭവമുണ്ട്. പിന്നെ ജാമ്യം എടുക്കുന്ന പരിപാടികൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ആ പരിപാടികളല്ലേ? ഓക്കെ, സോറി. ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഞാനത് വെളിപ്പെടുത്താം എന്താന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സർപ്രൈസ് ഉണ്ട്. മിക്കവാറും കേരളത്തിന്റെ ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ കുറഞ്ഞത് മറ്റേ കേന്ദ്രത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു വകുപ്പിന്റെ ഒരു ചുമതല അല്ല എങ്കിൽ എവിടെയെങ്കിലും ഒരു ഗവർണർ പദവി എന്തോ എനിക്ക് മണക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഗൈസ്? ഒന്ന് കമന്റ് ചെയ്യണേ. കണ്ണന്റെ കടാക്ഷമാണ്, കണ്ണൻ അറിഞ്ഞു കൊടുക്കുന്നതാണ്. കണ്ണാ കൊടുത്തോളൂ. അപ്പം ദൈവം എന്നെ പരീക്ഷിച്ചതാണോ, ദൈവം എന്നെ അനുഗ്രഹിച്ചതാണോ എന്നുള്ളത് ഡീറ്റെയിൽ ഒക്കെ അറിയാം. അപ്പോൾ ദൈവം പരീക്ഷിച്ചതാണോ, ദൈവം അനുഗ്രഹിച്ചതാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വഴി അറിയിക്കാം കേട്ടോടാ. ഈയൊക്കെ അനാവശ്യമായിട്ട് ആ ചേച്ചിയെ പറഞ്ഞ എല്ലാവർക്കും, ചേച്ചി ഞാൻ ഉണ്ട് കേട്ടോ കൂടെ, കട്ടയ്ക്ക് എൻ ഉടലെണ്ണയ്ക്ക്, എൻ ഉയരെണ്ണയ്ക്ക്, എല്ലാം എണ്ണയ്ക്ക്. ഈ എണ്ണ എന്ന് പറയുമ്പോഴേക്ക് വേറെ ഒരു അർത്ഥത്തിലൊന്നും എടുത്തില്ല. എനിക്ക് കുറച്ച് ലെവലുമാരോടാണ് പറയാനുള്ളത്. നിങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പം എന്നെക്കുറിച്ച് എൻ്റെ പച്ചരിച്ച് തിന്നുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്കിപ്പോൾ വേറെ വഴിയില്ല. പിന്നെ അതേപോലെ ഒരു മൊയന്തൻ്റെ വോയിസ് ഞാൻ കേട്ടു. ഞാൻ പള്ളിക്കമ്മിറ്റിന്ന് എന്നെ പുറത്താക്കുകയാണ് പോലും. പള്ളിക്കമ്മിറ്റി പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു പോയേ എന്നെ കുറിച്ചാണെന്ന്. സാധാരണത്തിൽ എന്നെ കുറിച്ചല്ല, അല്ലാതെ വേറെ ഒന്നും പറയാൻ നിവൃത്തിയില്ല. എന്തായാലും രക്ഷപ്പെട്ടു, ജസ്റ്റ് മിസ്. ഇനി ചേച്ചിയുടെ ഒരു അറിവിലേക്ക് ഒരു കാര്യം പറ. ഇതൊക്കെ ചേച്ചി കാണുവാണെങ്കിൽ പറയാം. കുറച്ച് കാലത്തിന് മുമ്പ് ഞാനിത് കളിയാക്കുന്നതൊക്കെ ഒരു സർക്കാസ്റ്റിക് ആയിട്ട് മാത്രമാണ്. നിങ്ങളിലേക്ക് അങ്ങനെയുള്ളൊരു വെറുപ്പിന്റെ കാര്യമില്ല. നിങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. കുറച്ച് കാലത്തിന് മുമ്പ്, കുറച്ച് നാളെന്ന് വെച്ചാൽ ഒരു 6 മാസത്തിലേക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ഇവരുടെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. അത് ഇതുപോലത്തെ സംഭവം ഒന്നുമല്ല. ഏതൊരു മനുഷ്യൻ ഇവരെ പറ്റിച്ചതും ചതിച്ചതും ഇവരുടെ എന്തൊക്കെയോ ഫോട്ടോസൊക്കെ പുറത്തുവിടുന്നതും ഭയപ്പെടുത്തുന്നുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിരുന്ന ഒരാളാണ് കേട്ടോ. തപ്പിയെടുത്ത് ഞാൻ എൻ്റെ ചാനലിനകത്ത് ആ വീഡിയോ കാണും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ചേച്ചി അറിയാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു പരിഗണനയൊക്കെ തരണം. എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെയാണ് പോലും ഇങ്ങനെയാണ് പോലും. എടാ മൊയന്തേ, ഞാൻ എന്നാടാ നിന്റെ പള്ളി കമ്മിറ്റിയിലെ ഇതിൽ വന്നത്? ചേച്ചി അവനോട് പറയുന്നതാണെങ്കിലും ചേച്ചിയുടെ ആ മൊയന്തേന്ന് വിളിക്കുന്നത് ഇപ്പൊ എന്റെ മോന്തയ്ക്ക് നോക്കിയിട്ടാ. ഞാനത് കേട്ടിട്ട് പേടിച്ചു പോയി ചേച്ചി. എന്റെ മഹൽ എവിടെയാ മൊയന്തേ? എന്റെ മഹൽ വരുന്നത് മാവിന്റെ ചോട്ടിലാണ്. മാവിന്റെ ചോട്ടിലോ? എടാ മാവിന്റെ ചോട്ടിലോ മഹലുണ്ടോ? പാറവളവിലുണ്ടോ? പാറവളവ് എന്നുള്ള സ്ഥലം നമ്മുടെ നാട്ടിലുണ്ട്. പാറവളവുണ്ട്, ഇടിച്ചിക്ക പ്ലാമൂടുണ്ട്, വട്ടവടയുണ്ട്, പിന്നെ മുട്ടൽ മൂടുണ്ട്, കൊടപ്പന മൂടുണ്ട്, പനച്ച മൂടുണ്ട്. ആദ്യമായിട്ടാണ് പ്ലാവിന്റെ മൂട് കേൾക്കുന്നത്. കൊള്ളാല്ല. ITA പള്ളിയിലാണ് എൻ്റെ മകൾ വരുന്നത്, അല്ലാതെ കുറുവങ്ങാട് പള്ളിയിലല്ല. ഒരു കാര്യം പറയാം, ചേച്ചി കള്ളം പറയത്തില്ല കേട്ടോ. ചുമ്മാ ആവശ്യമില്ല ചേച്ചി അനാവശ്യം പറയാം കേട്ടാ. അപ്പോൾ ഓന് കുറച്ച് ആളാവാം. ഓന് എപ്പോഴെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടും. അത് ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരികയും ചെയ്യും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇപ്പം ഞാനൊരു തെറ്റുകാരിയാണ്. ഞാൻ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചോളാണ്. അപ്പോൾ ഞാൻ എന്താണ് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാണ്. ഞാൻ പറഞ്ഞുതരാം. അതായത് ചേച്ചി ഒരു മതത്തിൽ ജനിച്ചു വളർന്നു, ആ വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പം ഇട്ടേക്കുന്ന വസ്ത്രങ്ങൾ പോലും ആ ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനൊരു മുസ്ലിമിൻ്റെ കടയിൽ കുറേ അധികം വർഷം എൻ്റെ ചെറുപ്രായത്തിൽ പഠിക്കുന്നതിൻ്റെ കാരണവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ വീട്ടിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഞാൻ ചുമടെടുക്കാനും തൊഴിലെടുക്കാനും പലചരക്ക് കടയിൽ സാധനം പൊഞ്ഞു കൊടുക്കാനൊക്കെ വെള്ളവട ജംഗ്ഷനിലുള്ള ആൾക്കാർക്ക് ഇന്നും അറിയാം. സിറാജാക്കര കടയിൽ ഞാൻ കുറേ വർഷങ്ങൾ നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ആ സ്ഥലത്ത് നിന്ന് ആ ഒരു വീടും അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മുസ്ലിം കൾച്ചർ എനിക്കറിയാം. അതെനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്നതിൽ അവരൊരുപാട് പങ്കും വഹിച്ചിട്ടുണ്ട്. സോ ഇവിടെ ചേച്ചി ഒരു ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ആ ഒരു മതവിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി, ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ദൈവങ്ങളെ ഏതോ കൃഷ്ണനെയോ അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെയോ ഒക്കെ വരച്ചോ. രണ്ടിലെ ക്രിയ ഉണ്ടല്ലോ, താല്പര്യം ധൈര്യം വിളിച്ചോ. പിന്നെ മുക്രിയിലും ഒരു ക്രിയ ഉണ്ടല്ലേ, ഏതൊരു സിനിമയിൽ സുരാജ് എന്തോ ഒരു കോമഡി പറയുന്നത്. എനിവേ, അപ്പം നിങ്ങൾക്ക് അതൊക്കെ വരയ്ക്കാം, ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ പ്രശ്നം
നിങ്ങൾ ഈ മതത്തിൽ നിന്ന് ആ മതത്തിൽ സംഭവം ഇത് വരച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിനകത്തൊരു കുറച്ചധികം ജനപ്രീതി ചിലടത്ത് കിട്ടുന്നു. അതിനുശേഷം നിങ്ങളുടെ മതത്തിൽപ്പെട്ട ആൾക്കാരെ മതത്തിനെയൊക്കെ അനാവശ്യമായിട്ട് ഡ്രാഗ് ചെയ്ത് കുറ്റപ്പെടുത്തുന്നതും അതിങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ പറയുകയും ചെയ്യുന്നത് ചില തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ അതിനെ ഭയങ്കരമായിട്ട് ഒരു തരത്തിലേക്കൊക്കെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു പരിപാടി കാണിക്കുന്നത് അതുകൊണ്ടാണ് ആൾക്കാർ ഇതിനെ ഇങ്ങനെ പറയുന്നത്. സോ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മതത്തിൽ നിന്നും മറ്റൊരു ദൈവത്തെ ഇത്രമേൽ വിശ്വസിച്ചതും ബഹുമാനിച്ചതും ഇത്ര വലിയ തെറ്റാണ് എന്നുള്ളത് നമുക്ക് ഓരോരോ അനുഭവങ്ങൾ കൊണ്ടാണല്ലോ. ചേച്ചി യം വിസൃഷ്ടിറിയത ആ ബഹുവ എന്ന് വേദങ്ങൾ പറയുന്നു, ഉപനിഷത്തുകൾ പറയുന്നു, ഉപനിഷത്തുകൾ പറയുന്നു. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ മതത്തിൻ്റെ അകത്തുള്ള ദൈവവും മറ്റ് മതങ്ങളിലുള്ള ദൈവങ്ങളും എല്ലാ ദൈവങ്ങളും നിങ്ങളുടെ മതത്തിനകത്തുള്ള ദൈവവും മറ്റ് മതങ്ങളിനകത്തുള്ള ദൈവവും എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ? അപ്പം നിങ്ങളുടെ മതത്തിൽ തന്നെ വിശ്വസിച്ചോ, മറ്റുള്ള മതങ്ങളെയും ബഹുമാനിച്ചോ. വിശ്വാസം ഒന്ന്, ബഹുമാനം വേറെ. ബഹുമാനിച്ചോളൂ മറ്റുള്ള മതങ്ങളെ. മറ്റുള്ള മതത്തിലേക്ക് വിശ്വാസത്തിനെയും നിങ്ങൾ കയ്യിലെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ മതത്തിലേക്ക് അങ്ങ് മാറൂ, നിങ്ങളുടെ മതത്തിനെ വിട്ടേക്കൂ. അപ്പം നിങ്ങളുടെ ദൈവത്തിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ നിങ്ങൾ മറ്റു മതത്തിലേക്ക് പോകുന്നത്. അപ്പോൾ വിശ്വാസമില്ലാത്തൊരു ദൈവത്തിൻ്റെ മൂട്ടിൽ നിങ്ങൾ എന്തിനു നിൽക്കണം? എന്നിട്ട് മറ്റു മതത്തിലേക്ക് പോകും. ഇതിപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് പുറപ്പെടുകയും ചെയ്തു, അങ്ങോട്ട് അവിടെ എത്തിയതുമില്ല. രണ്ടിൻ്റെ ഇടയ്ക്കായിപ്പോയുള്ളൊരു അവസ്ഥയാണ്. രണ്ട് സൈഡിൽ നിന്ന് ഇപ്പോൾ പണി കിട്ടുവാണ്. സോ അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ബാലിശമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മതങ്ങളെ കൂട്ടുപിടിച്ച് നിങ്ങൾ മതപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അത് മൊത്തത്തിൽ ഇപ്പോൾ പ്രശ്നമായി കയ്യിൽ നിന്ന് പോയി. സത്യം അതല്ലേ? അപ്പോൾ എൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എവിടെയും മതസ്പർദ്ധ ഉണ്ടാക്കാനും പോയിട്ടില്ല. എല്ലാ മതത്തെയും ഒരുപോലെ ബഹുമാനിച്ച് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പം നമ്മളെ എല്ലാ രീതിയിലും തരം താഴ്ത്തണം, അല്ലെ നമ്മളെ ഇതാക്കണം എന്ന് കരുതിയ കുറച്ച് ആൾക്കാർ ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അതിൽ എനിക്കിപ്പം ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഒളിവിലും പോയിട്ടില്ല, ഞാൻ ഏതായാലും ജയിലും ആയിട്ടില്ല. ഇനിയിപ്പം നാളെ ജയിലാകുമോ എന്നുള്ളത് അത് തമ്പുരാനെ അറിയുള്ളൂ. ജയിലിൽ കിടക്കാൻ യോഗം ഉണ്ടെങ്കിൽ ഇപ്പം തമ്പുരാൻ അറിയാം. കുറച്ച് മുമ്പ് മറ്റു മതത്തിലുള്ള ദൈവത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ല. തമ്പുരാൻ എന്നുള്ളൊരു വാക്ക് കൊളോക്കിയലായിട്ട് ഉപയോഗിക്കുന്നത് തമ്പുരാനെ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ റസൂലേ നിൻ കനിവാലേ, അതിനകത്തൊക്കെ നമ്മുടെ തമ്പുരാൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഓക്കെ ഇപ്പോൾ ക്രിസ്ത്യാനിയിലും ഇസ്ലാമിലും ഒക്കെ വിളിക്കും, ഹിന്ദുവിലും വിളിക്കും. എമ്പുരാൻ സിനിമയുടെ കാര്യമാണെങ്കിൽ തമ്പുരാൻ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ എമ്പുരാനിലേക്ക് പോയി ഒരു അവസാനം ഈടിയുടെ അന്വേഷണം പോയി. അതുകൊണ്ട് എന്നെ പൊല്ലാപ്പിലാക്കരുത്, ഇനി അത് എന്തായാലും പോയിക്കോട്ടെ. അപ്പം ഈ ഒരു സാധനം നിങ്ങളുടെ വിശ്വാസം ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളൊരു കറക്റ്റ് ഒരു മുസ്ലിം ഇസ്ലാം മതവിശ്വാസി തന്നെയാണ്. നിങ്ങൾക്ക് ഉപജീവനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഹിന്ദു മതത്തിൻ്റെ അകത്തുള്ള ദൈവത്തിനെ വരയ്ക്കുന്നു, നിങ്ങൾ അതിനെ പൊക്കി പറഞ്ഞിട്ട് അവരുടെ പ്രീതി സമ്പാദിച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്ത് മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ ഉള്ളിൻ്റെ അകത്ത് സത്യം പറഞ്ഞിട്ട് ഇസ്ലാമിക വിശ്വാസം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ഇത് അത് സത്യമല്ലെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം തോന്നി എന്താണെന്നറിയോ? 40ഓളം കേസിലുള്ള ആൾക്കാർക്ക് എൻ്റെ പേരിൽ വന്ന ഒരൊറ്റ കേസ് എന്താ പറയുക, പെരുന്നാളിൻ്റെ സന്തോഷം. 40ഓളം കേസിലുള്ള ആൾക്ക് കഷ്ടം എന്നാലേ. 40ഓളം കേസുള്ള ആളാരുടെ എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് വന്ന പ്രശ്നങ്ങളൊക്കെ എന്താണുള്ളത് എനിക്ക് നേരിടാനും അറിയാം. അതുകൊണ്ട് എനിക്ക് ഒളിവ് പോകണ്ട. ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ ജയിലിൽ കിടക്കാനാണ് യോഗം, ഞാൻ ജയിലിൽ കിടക്കും. അതിപ്പോൾ നമുക്ക് ആർക്കും നമ്മുടെ തലവര മാറ്റാൻ പറ്റൂല. എനിക്കിപ്പം ജയിലിൽ കയറാനോ ജയിലിൽ കിടക്കാനോ യോഗം ഉണ്ടെങ്കിൽ അത് കിടക്കുക തന്നെ ചെയ്യണം. അത് ഏത് രീതിയിൽ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ആരെ കൊന്നിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? ഞാൻ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? ഒന്നും കൊന്നിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല, പറ്റിച്ചിട്ടില്ല. പക്ഷെ അതിനെക്കാട്ടിൽ വലിയ പ്രശ്നമാണ് മതം വച്ചിട്ടുള്ള കളി. അത് കാരണം മൊത്തം ഇതെല്ലാം ഈ പറഞ്ഞ പരിപാടിയുടെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നടക്കും. വർഗീയ ലഹളകൾ നടന്നിട്ടുണ്ട് നാട്ടിൽ. വർഗീയ ലഹളകളിൽ അനാവശ്യമായിട്ട് കൊല്ലപ്പെട്ട സാധാരണക്കാരും വളരെ വളരെ ഒരു തരത്തിൽ പോലും അതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ, ചിന്ന മതത്തിൽ വിശ്വാസങ്ങൾ ഉള്ളവരെന്നുള്ള കാരണം കൊണ്ട് മാത്രം ഉയരറ്റ് പോലുള്ള എണ്ണം എത്ര പറഞ്ഞു പോയാൽ തീരില്ല. അതുകൊണ്ട് അതൊരു വലിയ കളിയാ ഒരു സാധനം. പറയോ ഞാൻ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ കൊലപാതകങ്ങളൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ മാന്യന്മാരായിട്ട് ജീവിക്കുന്നത്. ഞാൻ ആരെയും കൊല്ലാനൊന്നും പോയിട്ടില്ലല്ലോ, ഞാൻ ആരെയും പിടിച്ചു പറിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാണുന്ന തെറ്റെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏത് തന്നെ ആയാലും ഞാൻ ഒളിവിലും പോയിട്ടില്ല, ഞാൻ ജയിലിലും ആയിട്ടില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ എനിക്കും ഇത്രേ പറയാനുള്ളൂ. ചേച്ചി ജയിലിലും പോയിട്ടില്ല, ഒളിവിലും ആയിട്ടില്ല. കമൻറ്റ് ബോക്സൊക്കെ നോക്കണമെന്നുണ്ട്. എന്തിനാണ് വെറുതെ തള്ളക്കുളിയായിരിക്കും. കേസ് കൊടുത്തവർക്ക് അഭിനന്ദനങ്ങൾ, കേസ് കൊടുത്ത ആളുകൾക്ക് 1000 നന്ദി. ഇവൾക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറായവർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഉടനെ ഒരു ആത്മഹത്യാ നാടകം തിരശ്ശീലയിൽ ഇറങ്ങിയിരുന്നുണ്ട്. ഇവളെ കാണുമ്പോൾ തന്നെ ദേഷ്യം തോന്നുന്നു. ഇതാണെന്ന് എനിക്കറിയത്തില്ല, ഞങ്ങൾ കോടതി വിശ്വസിക്കുന്നു. കണ്ണൻ കൈനീട്ടം തന്നു. മനസ്പർദ്ധ വളർത്തി നാട്ടിൽ അരാജകത്വം സൃഷ്ടിച്ചു. നീ കള്ളം മാത്രം പറയുന്നവല്ലേ? മുസ്ലിം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളെടുത്തോല്ലേ? ഹിന്ദു ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളല്ലേ? നിന്റെ പരിപ്പ് ഞങ്ങളുടെ മലയാളികളുടെ അടുത്ത് വേവില്ല മോളെ. കേസ് കൊടുത്തവർക്ക് 1000 ആശംസകൾ. കൃഷ്ണനെ കബളിപ്പിക്കാൻ നിനക്ക് പറ്റില്ല. 100 തിരിച്ചു കിട്ടിയിരിക്കും. നാണവും മാനവുമില്ലാത്തവളേന്ന്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.
ജസ്ന ചേച്ചി ഒളിവിലും പോയിട്ടില്ല, അല്ല ഒളിവിലും പോയിട്ടില്ല, എങ്ങും പോയിട്ടില്ല. കണ്ണൻ്റെ കൃഷ്ണ അല്ല കണ്ണൻ കണ്ണാ നിനക്കായി ജസ്ന സലീം എന്നും നിനക്കായി ജസ്ന സലീം കണ്ണ നിൻ്റെ ജസ്ന സലീം കണ്ണ കാണൂ. ബൈ 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 ബൈ. ഹലോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അടുത്ത വീഡിയോ. ബൈ.